ദേവസ്വം ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥനും സ്വർണ്ണപ്പാളി കേസിലെ രണ്ടാം പ്രതിയുമായ മുരാരി ബാബുവിന്റെ വീട്ടിൽ പെരുന്നയിൽ ഇന്നലെ റെയ്ഡുണ്ടായി. പല വിവരങ്ങളും പിടിച്ചെടുത്തു. അപ്പോൾ ഇനി ആ ദേവസ്വം ബോർഡ് തന്നെ ആവശ്യമുണ്ടോ? കാരണം അഴിമതിയുടെ തട്ടിപ്പിന്റെ കേന്ദ്രമല്ലേ ദേവസ്വം ബോർഡ്. പിന്നെ എന്തിനാണ് ഈ ഇതിനെ ചുമക്കുന്നത്? ദേവസ്വം ബോർഡ് വേണ്ടാന്നാണല്ലോ ഹൈന്ദവ സംഘടനകൾ പറയുന്നത്. ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം എന്നുള്ളതും ഭക്തന്മാരെ ഏൽപ്പിക്കണം എന്നുള്ളത്. പക്ഷേ ഈ അഴിമതിക്കാരനായുള്ള മുരാരി ബാബുവിനെ ആരാ നോമിനേറ്റ് ചെയ്തത്? ഇത്തരം ഉന്നത സ്ഥാനങ്ങളിലേക്ക് നോമിനേറ്റ് ചെയ്തല്ല, ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിൽ സ്വാധീനം ചെലുത്തിയത് ആരാണ്? ദേവസ്വം ബോർഡ് സ്വാധീനം ചെലുത്തിയതാണ്. അതും ഇതിൻ്റെ മുമ്പേ മാധ്യമങ്ങളിലൊക്കെ വന്നതാണല്ലോ. ആരുടെ വിശ്വസ്തനാണ് മുരാരി ബാബു? ആ മുരാരി ബാബു എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെയെല്ലാം കൊള്ള നടന്നിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, വീണ്ടും മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രതിയാണെന്ന് കണ്ടെത്തുന്ന സമയത്ത് എവിടെയാണ് മുരാരി ബാബു? ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അല്ലേ ആ സമയത്ത് അദ്ദേഹം. അപ്പോൾ ഈ നിലയ്ക്ക് നോക്കുന്ന സമയത്ത് മുരാരി ബാബുവിനെ പോലുള്ള കൊള്ളക്കാരൻ തന്നെ പറയണം, ഏറ്റവും വലിയ കൊള്ളക്കാരൻ, ആ കൊള്ളക്കാരൻ എവിടെ നിന്നാണ് അവസാനം രാജിവെച്ചത്? ഇവിടുത്തെ പ്രബലമായുള്ള ഒരു സമുദായ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നാണ്. യൂണിറ്റിൻ്റെതായിരിക്കാം, പക്ഷേ ആസ്ഥാനത്തെയാണ്. അത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണല്ലോ. അപ്പം ഇത്രയും കാലത്ത് നിലനിന്നു. എന്തേ അവിടുന്ന് ഒരു പ്രതികരണം അതിനെ സംബന്ധിച്ചില്ലാത്തത്? ഇതിൻ്റെ നേരെ ഒരു പക്ഷേ ഇത് പറയുന്ന ആൾക്കാരുടെ നേരെ വൻ ആക്രോശങ്ങൾ ഉണ്ടാകാം. അവരുടെ ഇടയിൽ നിന്ന് തന്നെ അവിടുത്തെ ആൾക്കാർ 2 ദിവസം മുമ്പ് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് ഇതിനെതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ ആളുകൾ ഇവിടെ സമരം ചെയ്യാൻ പോവുകയാണ് പല ഭാഗത്തും. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുന്ന സമയത്ത് ആരെല്ലാം സ്ഥലത്ത് നിന്ന് ഏതെല്ലാം ഭാഗത്തിൽ നിന്ന് ഈ മുരാരി ബാബുവിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. മുരാരി ബാബു ആർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഈ കൊള്ള ചെയ്തിരിക്കുന്നത്? അതും കൂടി നോക്കണം. മുരാരി ബാബു മാത്രമല്ല, മുരാരി ബാബു കൊള്ള ചെയ്തത് ആർക്കെല്ലാം വേണ്ടിയിട്ടാണ്, അതും കൂടി ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഏറ്റവും അവിടെ പ്രധാന കീ പൊസിഷനിലിരിക്കുന്ന മുരാരി ബാബു, അയാൾക്ക് കൂട്ടുനിന്നത് ആരൊക്കെയാണ്? കൂട്ടുനിൽക്കുന്നത് ദേവസ്വം പ്രസിഡന്റിന് കൂട്ടു നിൽക്കാതിരിക്കാൻ സാധിക്കുമോ? ദേവസ്വം മന്ത്രിക്ക് കൂട്ടു നിൽക്കാതിരിക്കാൻ സാധിക്കുമോ? ഈ ചർച്ച നടത്തുന്ന മുരാരി ബാബുവിനെ പോലത്തെ ആൾക്കാർ ആ പൊസിഷനിൽ എത്താൻ വേണ്ടി ചർച്ച നടത്തുന്ന, രഹസ്യവും പരസ്യവുമായി ചർച്ച മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ? അപ്പം മുകളിൽ നിന്ന് തൊട്ട് താഴെ അറ്റം വരെ സമുദായ സംഘടനയുടെ നേതാക്കന്മാർ ഉൾക്കൊള്ളുന്നവർ വരെ മുരാരി ബാബുവിനും ഇതേപോലത്തെ മുരാരി ബാബുമാർക്കും പിന്തുണ കൊടുക്കുന്നുണ്ടെന്ന് തന്നെ മനസ്സിലാക്കേണ്ട. ഒരു മുരാരി ബാബു മാത്രമല്ല, മുരാരി ബാബുവിനിപ്പോൾ പിടിച്ചു. അയാളെ വീട്ടിൽ നിന്ന് രേഖകൾ കിട്ടി. ഏത് രേഖ കിട്ടിയത്? നശിപ്പിച്ചതിന് ശേഷമുള്ള രേഖകളായിരിക്കില്ലേ? ധൈര്യമുണ്ടോ? അദ്ദേഹത്തെ എത്ര നാൾ കഴിഞ്ഞാണ് ഇത് അറസ്റ്റ് ചെയ്തത്? അതെ, ധൈര്യമുണ്ടോ ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക്? മുരാരി ബാബുവിനെ സംരക്ഷിച്ചു കൊണ്ടുവന്ന ആൾക്കാരുടെ ആസ്ഥാനവും അവരുടെ വീടുകളും റെയ്ഡ് ചെയ്യാൻ ധൈര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇവരല്ല അന്വേഷണം നടത്തേണ്ടത്, അത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം, നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം. അതിൽ ആര് എന്ത് ഞങ്ങൾക്ക് നാളെ വോട്ട് നോക്കിക്കൊണ്ടുള്ള അന്വേഷണം ആക്കരുത്. ഇവിടെ വെക്കേണ്ടത് ജാതി സംഘടനകളല്ല ഇവിടെ വളർന്നു വരേണ്ടത്. ആ സമുദായം ഉദ്ധരിക്കപ്പെടണം, ഓരോ സമുദായവും. ഇതുകൊണ്ടാണ് പറയാൻ കാരണം, സമുദായങ്ങളുടെ അകത്ത് ഹൈന്ദവ ബോധമുണ്ടാക്കണം, ഹിന്ദു ബോധം. ആ ബോധമാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ആ ബോധമില്ലാതെ ഭരിക്കുന്ന കക്ഷികളുടെ പിന്നാലെ പോകുന്ന സമുദായ നേതൃത്വം, സമുദായ സംഘടനാ നേതൃത്വം, സമുദായ നേതൃത്വമല്ല, സമുദായത്തിന് ഇഷ്ടം പോലെ നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ ഓരോ സമുദായത്തിലുമുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഓരോ കാലത്ത് വരുന്ന ട്രസ്റ്റ് രൂപീകരണമോ കമ്പനി രൂപീകരണമോ പോലെ ഉണ്ടാക്കുന്ന
വേറെ 51% കുറവ് ആൾക്കാരുടെ 51% ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ആ സ്ഥാനത്ത് എത്തിപ്പെടാമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കന്മാർ, അവരാണല്ലോ ഇപ്പോൾ എല്ലാ സംഘടനയിലും നേതാക്കന്മാരെടുക്കുന്നത്. സിൽബന്തികളൊക്കെ അതാണ് ഈ 50% കിട്ടും. അഴിമതി നടത്താനുള്ള പണം കൊയ്യാനുള്ള ഒരു കറവ പശു മാത്രമാണ് ദേവസ്വം ബോർഡ്. അതെ, അപ്പോൾ കറവ പശുവാണ്. അത് ഉണ്ടാക്കിയിരുന്നതിന് വേണ്ടിയിട്ടല്ല, ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളെ രക്ഷിക്കാൻ വേണ്ടി, ഹിന്ദുക്കൾക്ക് മതബോധമുണ്ടാക്കാൻ വേണ്ടി, അതിനും കൂടിയിട്ടാണ്. ഇതിനെല്ലാം വേണ്ടിയിട്ടായിരുന്നു ദേവസ്വം ബോർഡ് രൂപീകരിച്ചത്. ഇതിപ്പോ മതബോധം ഇല്ലാതാക്കാൻ വേണ്ടി. മതബോധം ഇല്ലാതാക്കാനാണ്. കാരണം അവിടെ പോണവൻ ആ ബോധമില്ലാത്തവനാണല്ലോ. മുരാരി ബാബുമാരെയാണ് മാതൃകയായി നമ്മുടെ മന്ത്രി തന്നെ ക്ഷേത്രത്തിൽ പോയാൽ തൊഴാൻ പാടില്ല, പ്രതിമയായി നിൽക്കണം. ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയേണ്ടത്, നമ്മളെന്ന് പറഞ്ഞാൽ ബോധമുള്ള ഹിന്ദു പറയേണ്ടത്, ക്ഷേത്രങ്ങളിൽ ഇത് ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കുന്നവരെ കാണിക്കിടാൻ പാടില്ല. ഈ കാണിക്കപ്പണം എടുത്തിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. സ്വർണ്ണ സാധനങ്ങൾ, അതേപോലത്തെ വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊടുക്കരുത്. ആ പണം കൊണ്ടുവന്നിട്ട് സംഘടിത ഹിന്ദു അതിൻ്റെ നേരെ അടുത്ത പ്രദേശങ്ങളിൽ സേവാകേന്ദ്രങ്ങൾ തുടങ്ങട്ടെ, ഹിന്ദുവിനെ ഉയർത്തിക്കൊണ്ടുവരാൻ, ഹിന്ദുവിനെ ബോധവൽക്കരിക്കാൻ വേണ്ടിയുള്ള പഠന കേന്ദ്രങ്ങൾ തുടങ്ങട്ടെ. പഠന കേന്ദ്രങ്ങൾ വേണമല്ലോ ഹിന്ദുവിന്. അങ്ങനത്തെ ആൾക്കാരുണ്ടായിരുന്നല്ലോ, പഠിപ്പിക്കാനുള്ള ആൾക്കാരുണ്ട്. ഹിന്ദുവിന് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണോ, ഒരു ദേശീയ ബോധം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, ഹൈന്ദവീയത എന്ന ബോധമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതെല്ലാം പഠിത്തങ്ങൾ വേണോ അതെല്ലാം പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ടാകട്ടെ. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് അവിടെ പൂജയും കാര്യങ്ങളും നടത്താനുള്ള അവിടുത്തെ കേന്ദ്രങ്ങൾ ഉണ്ടാകട്ടെ. ഇത്തരം കാര്യങ്ങൾ അതിനുവേണ്ടി ഹിന്ദു സമാജം തയ്യാറാക്കി അതിനുവേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കണം. ഹിന്ദു സംഘടനകളും അതിന് തയ്യാറാണ് ആവിഷ്കരിക്കാൻ വേണ്ടി. ഇത് പുറത്തുനിന്ന് വരുന്ന ഹിന്ദുക്കൾ, ആരാധകര്, വിശ്വാസികൾ, ആ വിശ്വാസികളെ മുതലെടുത്തുകൊണ്ടല്ലേ മുരാരി ബാബുമാരും ബാക്കിയുള്ളവരും ഈ മോഷണം നടത്തുന്നത്? ആ വിശ്വാസികളെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടല്ലേ പൂജ നടത്തുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ശബരിമലയിൽ നടത്തുന്ന ഇവരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടിയിട്ട മേൽശാന്തിമാർ, അവിടുത്തെ മേൽശാന്തി സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞാൽ അവർ മോഷിക്കുന്നു. ഞാൻ പറയില്ല അവർ മോഷിക്കാറുമില്ല. അവരെ വിദേശ രാജ്യങ്ങളിലടക്കം പൂജ വെച്ചു. അത്രയും വിശ്വാസമാണ് അയ്യപ്പനോട് ജനങ്ങൾക്ക്. പൂജയ്ക്ക് അവർ വെക്കുന്നു. അവർ അയ്യപ്പൻ്റെ പ്രതിനിധിയായിട്ട് കാണുകയാണ്. വിദേശ രാജ്യങ്ങളിലും കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിലും പിന്നെ ഏതെങ്കിലും സ്ഥാപനങ്ങളും ഉദ്ഘാടനത്തിനും അവിടെ പൂജ നടത്താനും ഒക്കെ അയ്യപ്പനാണെന്നുള്ള സങ്കല്പത്തോടു കൂടിയിട്ടാണ് ഇവർ വിളിക്കുന്നത്. അത്രയും ജനങ്ങളിൽ ഈ അയ്യപ്പ വിശ്വാസം ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. ആ ആഴ്ന്നിറങ്ങിയ വിശ്വാസത്തെയാണ് ഇത്തരം ആൾക്കാർ സമുദായ സംഘടനാ നേതാക്കന്മാരെന്ന് പറയുന്നതിൽ ബഹുഭൂരിപക്ഷ ആൾക്കാരും, അതോടൊപ്പം തന്നെ അവരുടെ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന, പരസ്യമായിട്ടല്ല രഹസ്യമായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ചില ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം പ്രതിനിധികളും എല്ലാം ഈ ഇത് മുതലെടുക്കുക ചെയ്യുന്നത്. അപ്പം മോഷണത്തിന് മുരാരി ബാബുവിനോടൊപ്പം മോഷ്ടാക്കൾ വേറെയുമുണ്ട്. അല്ലെ, കേരളത്തിലെ ഈ പ്രത്യേകിച്ച് സമുദായ സംഘടനകളും ഇതൊരു കറവ പശുവായി കാണുന്നുണ്ടല്ലേ? തങ്ങളുടെ പ്രധാനപ്പെട്ട ഉന്നതരെ എല്ലാം അതിൽ എത്തിച്ച് അവർക്ക് ജോലി നൽകാൻ വേണ്ടി. അതെ, കാരണം ഓരോരുത്തരുടെ ആഗ്രഹം എന്താ? എൻ്റെ സമുദായത്തിലെ എന്നോടൊപ്പം നിൽക്കുന്ന, സമുദായത്തിലല്ല എന്നോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ ഇന്നത്തെ പൊസിഷനിൽ വരണം, എന്നോടൊപ്പം നിൽക്കുന്ന ആൾക്കാർ ഇന്ന പൊസിഷനിൽ വരണം. കാരണം അത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ വലിയ അപകടമാണ്. ഇവിടുത്തെ പ്രമുഖ സമുദായ സംഘടനകളുടെ നേതൃത്വത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ പ്രമുഖ സ്ഥാനങ്ങളിൽ പല സ്ഥലത്തുമുണ്ട്, ഇല്ലേ? ആ സ്ഥാപനങ്ങൾ, അവർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ചില സമുദായ സംഘടനയുടെ മക്കളും മരുമക്കളും അങ്ങനത്തെ ആൾക്കാർ മുഴുവനില്ലേ? അതേപോലെ തന്നെയാണ് ഇതിലും ആർക്ക് പിന്തുണ, ഭരിക്കുന്ന കാലത്ത് അവർക്ക് പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ അതല്ലേ മുഖ്യമന്ത്രി ആരാകുന്നു നോക്കി നിന്ന് അവസാനം ഇന്നയാളെ മന്ത്രിയാക്കണം, ഇന്നയാളെ മന്ത്രിയാക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഇന്നയാൾ വേണം ദേവസ്വം ബോർഡിലേക്ക് വരാനെന്നും പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് സ്വാധീനമുണ്ട്, ഭരിക്കുന്നവരൊക്കെ ഇടയിലാണെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ ഇടയിലായി ആണെങ്കിലും. അപ്പോഴാണ് ചില വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത്, സമദൂരം, ശരിദൂരം, ഇങ്ങനത്തെയൊക്കെ. എന്താണ് ഈ ദൂരം എന്ന്
ഭഗവാൻ അയ്യപ്പൻ അറിയാം യഥാർത്ഥ രൂപം എന്താണെന്നുള്ളത്. ഇതിലൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത്. എന്നാലേ മുരാരി ബാബുമാർ ഇല്ലാതെ ഇരിക്കുകയുള്ളൂ. ധൈര്യമായിട്ട് തുറന്നു പറയാൻ പറ്റുന്ന യുവചേതന വളർന്നു വരേണ്ടതുണ്ട്. ഹൈന്ദവ ചിന്തയുള്ള യുവാക്കന്മാർ ഈ ചിന്ത തകർക്കണം. മറ്റുള്ളവരുടെ അഴിമതി നടത്താനുള്ള, എതിർക്കാനുള്ള, ഹൈന്ദവതയെ എതിർക്കാനുള്ള ഓരോരുത്തരും അതാത് കാലത്തിനനുസരിച്ചിട്ട് പറയുന്നില്ലേ, ഞങ്ങൾ മതേതരത്വമാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഇത് പാണക്കാട് പോയ മതേതരത്വമുണ്ടോ? പള്ളിയിൽ പോയ മതേതരത്വമുണ്ടോ? ഹിന്ദുവിന് മാത്രമാണോ ഈ മതേതരത്വം എന്നുള്ള ഇതരത്വം വരേണ്ടത്? അപ്പം ഇവരാണ് ഏറ്റവും വലിയ പ്രശ്നക്കാർ. ഈ സമുദായ സംഘടനാ നേതാക്കന്മാരാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. ഞാനിത് പറയാൻ കാരണം എനിക്ക് രാഷ്ട്രീയത്തിൽ ഏർപ്പാടില്ല. രാഷ്ട്രീയക്കാർക്ക് ഇത് മറച്ചു വയ്ക്കേണ്ടതായിട്ട് വരും ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ച് അമിതമായിട്ട് രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഇല്ലാതെ ഈ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ നമ്മളെപ്പോലത്തെ പ്രായമുള്ളവരല്ല, ഇവിടുത്തെ യുവാക്കന്മാർ തയ്യാറാക്കണം. ഇതിനെതിരായിട്ട് യുവചേതന വളർന്നു വരണം. യുവാക്കന്മാർ സമരരംഗത്തിറങ്ങണം. ഈ നേതൃത്വങ്ങൾക്കെതിരായിട്ട്, അഴിമതിക്കെതിരായിട്ട് ഹിന്ദുത്വ ബോധമുള്ള യുവാക്കന്മാരാണ് രംഗത്ത് വരേണ്ടത്. ആണ് ചിന്തിക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.